കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ശതാബ്ദി നിറവിലുള്ള കോഴിക്കോട് രൂപതയ്ക്ക് ഇരട്ടി മധുരമായി രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും നിയമിച്ചു. ലത്തീൻ സഭയുടെ കേരളത്തിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട്. ആർച്ച് ബിഷപ്പായി നിയമിതനായ വർഗീസ് ചക്കാലക്കലിനെ ബിഷപ്പ് ഹൌസിലെത്തി മുഖ്യമന്ത്രി ആശംസ അറിയിച്ചു. Your Lordship, Right Reverend Varghese Chakalakal, His Holiness Pope Francis has erected the Diocese of Calicut and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. 1923 ജൂൺ 12 കോഴിക്കോട് രൂപത സ്ഥാപിതമാകുന്നത്. 102 വർഷങ്ങൾ പിന്നിട്ട് ശതാബ്ദി ആഘോഷിക്കുന്ന കോഴിക്കോട് രൂപതയെയാണ് അതിരൂപതയായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന കണ്ണൂർ, സുൽത്താൻപേട്ട് എന്നീ രൂപതകളെ സാമന്ത രൂപതകളായി നൽകിയാണ് കോഴിക്കോട് അതിരൂപത സ്ഥാപിച്ചിട്ടുള്ളത്. അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി രൂപതയുടെ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലിനെ നിയമിച്ചു. കോഴിക്കോട് അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തൃശൂർ മാള സ്വദേശിയാണ്. 2012 ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് രൂപതയുടെ ബിഷപ്പായി നിയമിതനായത്. KCBCയുടെയും CBCIയുടെയും ജനറൽ സെക്രട്ടറിയായിരുന്ന ബിഷപ്പ് നിലവിൽ KRLCBCയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയാണ്. ചിക്കാഗോയിൽ ധ്യാനം കൂടുമ്പോഴാണ് ആദ്യമായി ഈ വിവരം അറിഞ്ഞതെന്നും ദൈവം തനിക്ക് കൂട്ടുനിന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഞാൻ എപ്പോഴും ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് പറയുമെന്നാണ്. ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സർപ്രൈസസ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് സമ്മാനങ്ങളായിട്ട് വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. ഇന്ത്യൻ സമയം 3:30 വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത്. ഈ സമയം രൂപതാ ആസ്ഥാനത്ത് വിവിധ രൂപതാ ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും ഒത്തുചേർന്നു. വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വായിച്ചു. ഓശാന ഞായർ സമ്മാനമാണിതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം അതൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇത് ദീർഘമായ പ്രസംഗത്തിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് മലബാറിന് ലഭിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ ഓശാന സമ്മാനമാണ് ഈ അതിരൂപത പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ആശംസകൾ അറിയിക്കാനും അനുമോദനങ്ങൾ നേരാനുമായി കോഴിക്കോട് രൂപതാ ആസ്ഥാനത്തെത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ്, MP-മാരായ KC വേണുഗോപാൽ, MK രാഘവൻ ഉൾപ്പെടെ ആർച്ച് ബിഷപ്പിന് ആശംസകളുമായി എത്തിയിരുന്നു. ഈസ്റ്ററിന് ശേഷം ആർച്ച് ബിഷപ്പിന്റെ വാഴിക്കൽ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.